ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഉള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് കഴുകി ചെത്തി ചെറിയ ഓരോന്നും ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ വേണമെങ്കിൽ 2 സവാളയും കൂടെ നമുക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞ് ചേർക്കാനുണ്ട്. ഒരു പച്ചമുളക് എരിവ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പുരട്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് ഞെവിടി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് തീ കത്തിച്ചിട്ട് അതിന് വേണ്ട മസാലക്കൂട്ട് ചിരകിയ തേങ്ങ, കുറച്ച് 4-5 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്രയും ആണ് ബീട്രൂട്ട് തോരന് നമ്മൾ അരയ്ക്കാൻ പോകുന്ന കൂട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് കടുക് വറുക്കാം. കടുക് വറുത്ത് കഴിഞ്ഞ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിൽ ഇട്ടിളക്കി ഒന്ന് 2-3 തവി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. വെള്ളം ഒഴിക്കരുത്. അതിനകത്ത് തന്നെ ബീട്രൂട്ടിൽ തന്നെ വെള്ളമുണ്ട്. നമ്മൾ ആ വെള്ളം അത് മതി അതിന് വേകാൻ. ഒരു ആവി കയറി വെച്ചാൽ മതി. അപ്പോൾ അത് ഒന്ന് ഇളക്കി അത് അടപ്പടുത്ത് വെച്ച് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ തേങ്ങ ചിരകിയതും ജീരകവും വെളുത്തുള്ളി അരച്ച് ഒന്ന് ചതച്ചെടുത്ത്, ഇത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചിട്ട് അവിയലിനൊക്കെ അരയ്ക്കുന്ന പരുവത്തിന് ചതച്ച് ഈ വെന്തിരിക്കുന്ന ബീട്രൂട്ടിൽ അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം അരപ്പും ബീട്രൂട്ടും അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഒന്ന് ഇതാക്കി വീണ്ടും അടച്ചു വെക്കുക. അപ്പം ഒരു 10 മിനിറ്റ് ആവി വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ബീട്രൂട്ട് തോരൻ റെഡി.